സംഘടിതമായി നിൽക്കാനും മുന്നേറാനുമാണ് ദീൻ പഠിപ്പിച്ചിട്ടുള്ളത്. ഒറ്റക്ക് നിന്ന് തൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് മുന്നോട്ടുള്ള ജീവിതം നയിക്കുന്നതിനെ പരിശുദ്ധ ദീൻ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. സംഘടിതമായി നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല മര്യാദകളുമുണ്ട്. ഹബീബായ റസൂലുള്ളാഹി പറയുകയാണ്, ഊസിക്കും ബിത്തഖ്വല്ലാഹ്, നിങ്ങളുടെ അല്ലാഹുവിനോട് തഖ്വ ചെയ്യാൻ ഞാൻ നിങ്ങളോട് വസിയ്യത്ത് ചെയ്യുന്നു. വസ്സംഉ വത്ത്വാഅ, കേൾക്കുക, അനുസരിക്കുക. ദീനിനെതിരാകാത്ത രീതിയിൽ നേതൃത്വം പറയുന്ന കാര്യങ്ങളെ കേൾക്കാനും അനുസരിക്കാനുമുള്ള മനോഭാവം നിങ്ങൾക്കുണ്ടാവണം. വഇൻ തഅമ്മറ അലൈക്കും അബ്ദുൻ ഹബശിയ്യുൻ, നിങ്ങളുടെ മേൽ അമീറായി നിശ്ചയിക്കപ്പെട്ടത്, നേതാവായി നിശ്ചയിക്കപ്പെട്ടത് ഹബശിക്കാരനായ, അതായത് അന്നത്തെ കാലത്ത് സമൂഹത്തിൽ താഴേക്കടയിലാണെന്ന് കരുതപ്പെട്ടിരുന്ന ആളുകൾ, അതായത് നമ്മുടെ കണ്ണിൽ ചെറുതാണെന്ന് നമുക്ക് തോന്നിയ ആളാണെങ്കിൽ പോലും, ഏറ്റവും താഴേക്കടയിലുള്ള ആളാണെങ്കിൽ പോലും അമീറാക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തെ നിങ്ങൾ അനുസരിക്കുക, വഴിപ്പെടുക. വഅന്നഹു മൻ യഅ്ശ് മിൻകും ഫസയറ ഇഖ്തിലാഫൻ കസീറ, എനിക്ക് ശേഷം നിങ്ങൾ ജീവിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ, അഭിപ്രായ അന്തരങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, നിങ്ങൾ എൻ്റെ ചര്യയെയും സച്ചരിതരായ ഖുലഫാഇൻ്റെയും ചര്യയെ നിങ്ങൾ